പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ചെറിയ ഗ്രാമം, 2 രാജകുടുംബങ്ങളുടെ യുദ്ധപേമാരിയിൽ ചോരക്കളമായ ദ ഓൾഡ് ലാൻഡ്. ഓൾനസ് കുടുംബത്തിന്റെ അടിവേരുൾപ്പെടെ അറുത്തുമാറ്റിയ ഡ്രാഗോസ് കുടുംബം. ഓൾഡ് ലാൻഡ് അടക്കം ചുറ്റുമുള്ള 5 ഗ്രാമങ്ങളിൽ ഡ്രാഗോസിന്റെ രക്തചുവപ്പുകൊടി സ്ഥാപിച്ചു. കാലസൂചി കറങ്ങി. വർഷം 2025. ആധുനിക ലോകത്തിന്റെ വളർച്ചയിൽ ആ ഗ്രാമം ടൈംലെസ് സിറ്റി എന്ന നാമത്തിൽ ഉദയം കൊണ്ടു. രക്തഗുതി മാറാത്ത പുതിയ ഡ്രാഗോസ് തലമുറയും പിറവിയെടുത്തു. ആഗ്രഹങ്ങളും പകയും പൂർണ്ണമാകാതെ ദുർമരണപ്പെട്ട ആത്മാക്കളെ ലക്ഷ്യമിട്ട് കാലചക്രത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഇരുട്ടിൽ പറക്കുന്ന കറുത്ത പൂമ്പാറ്റ. ആ പൂമ്പാറ്റക്കൂട്ടം ഒരുമിക്കുന്ന ആ രാത്രി, ദ സ്റ്റാർ നൈറ്റ്. ആ രാത്രിയിൽ ടൈംലെസ് സിറ്റി നിശ്ചലമാകും, ഇരുട്ടുപടരും. ആ സമയം ആകാശത്ത് ആത്മാക്കൾ നക്ഷത്രങ്ങളായി തെളിയും. ആ നക്ഷത്രത്തെ ആര് നഗ്നനേത്രങ്ങളാൽ നോക്കിയാലും ആ നക്ഷത്രം ആ ശരീരത്തിലെ ആത്മാവുമായി കൂടിക്കലർന്ന് ഒരു പുതിയ ശക്തി അവിടെ പിറവിയെടുക്കും. ടൈംലെസ് സിറ്റിയിലെ ഒരു സ്റ്റാർ നൈറ്റിൽ കറുത്ത പൂമ്പാറ്റക്കൂട്ടം ഒരുമിച്ച ആ രാത്രി അവൾ പുനർജനിച്ചു. ഡ്രാഗോസ് വേരോടെ നശിപ്പിച്ച ഓൾനസ് കുടുംബത്തിൽ അവസാനമായി അവശേഷിച്ചവൾ ക്വീൻ റാബി ഓൾനസ്. ആ നക്ഷത്രം സ്വപ്നങ്ങളിൽ ഒരു ലോകം സൃഷ്ടിക്കുന്നവളായ ഇസയിലൂടെ പുനർജനിച്ചു. ഇസ, നക്ഷത്രങ്ങളുടെ കാവൽക്കാരി. ആ രാത്രി ഇസയുടെ മാത്രം സ്റ്റാർ നൈറ്റ് ആയിരുന്നില്ല. ബാരി, ടോറസിന്റെയും പീറ്ററിന്റെയും ഡെഡ് ബോഡി ടൈംലെസ് ലൈബ്രറിയുടെ മുന്നിൽ നിന്ന് കിട്ടി. ടോറസിന്റെ ഒപ്പം ഉണ്ടായിരുന്നവൻ പറയുന്നത് അതൊരു വെയർ വുൾഫാണെന്നാ. ടോറസിനല്ലാതെ അതുണ്ടാക്കാനുള്ള ഫോർമുല ആർക്കും അറിയില്ല. സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ വേട്ടയാടിയ ഏതു ചന്നായാലും